ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തോടും ദൈവത്തിനു മുമ്പാകെ കൃതജ്ഞതയോടുമാണ് ഞാൻ നമ്മുടെ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന ധ്യാനം ആരംഭിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ 2019 കർത്താവിൻ്റെ പ്രേരണയിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഹൃദയത്തിൽ നൽകിയ പ്രചോദനത്തിലാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ അധികരിച്ച് ഒരു ധ്യാനം നടത്തുവാൻ ഇടയായത്. ദൈവാത്മാവ് അതിശക്തമായ സഹായവും കൃപയും ആ ദിവസങ്ങളിൽ തന്നതായി ഞാൻ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. അന്ന് ആ ധ്യാനം കഴിയുമ്പോൾ ആ ധ്യാനത്തിൻ്റെ ടോക്കുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ആത്മാവ് പ്രേരണ തന്നില്ല. സാധാരണയായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ധ്യാനങ്ങൾ കഴിയുമ്പോൾ അധികം താമസിക്കാതെ തന്നെ ആ ധ്യാനത്തിൻ്റെ ടോക്കുകൾ നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ പതിവ്. എന്നാൽ എന്തുകൊണ്ടോ ആ ധ്യാനത്തിൻ്റെ ടോക്കുകൾ അപ്ലോഡ് ചെയ്യാൻ ആ സമയത്ത് പരിശുദ്ധാത്മാവ് അനുവദിച്ചില്ല. ഇന്ന് 2020 ഓഗസ്റ്റ് മാസം 1-ാം തീയതി നിങ്ങൾക്ക് ആ സ്വർഗസ്ഥനായ പിതാവ് എന്ന ധ്യാനത്തിൻ്റെ എല്ലാ ടോക്കുകളും എല്ലാ സെഷനുകളും യൂട്യൂബിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സംപ്രേഷണം ചെയ്ത് തരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് അന്ന് പരിശുദ്ധാത്മാവ് അതിന് അനുവദിക്കാതിരുന്നത് എന്ന്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ പ്രാർത്ഥനയുടെ അർത്ഥവും ആഴവും മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ 2020 നമ്മുടെ കൺമുമ്പിൽ ഉള്ളൂ. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കിയാൽ, ആ പ്രാർത്ഥന ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കൺമുമ്പിലുള്ളൂ. ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഈ ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം അനുവദിച്ചാൽ 15 ദിവസങ്ങളിലായി ഈ ധ്യാനത്തിൻ്റെ ടോക്കുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ പൗരസ്ത്യ സഭകളിൽ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിനൊരുക്കമായ നോമ്പ് ആരംഭിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിന് മുന്നോടിയായി നടത്തപ്പെടുന്ന ഒരുക്കങ്ങളുടെ ഭാഗമായി ഈ ധ്യാനത്തെ നിങ്ങൾ ഏറ്റെടുക്കണം. രാത്രിയിൽ 9 മണിക്കാണ് യൂട്യൂബിൽ മൗണ്ട് കാർമൽ റിട്രീറ്റ് സെൻ്ററിൻ്റെ ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. എല്ലാ ദിവസവും രാത്രി 9 മുതൽ 10:30 വരെയുള്ള സമയം നിങ്ങൾ പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കുമായി മാറ്റിവെക്കണം. ബൈബിളും നോട്ട്ബുക്കും പേനയുമായി ദാഹത്തോടെ ഗൗരവതരമായൊരു വിഷയം, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യത്തോടെ ക്രിസ്തീയ വിശ്വാസികൾ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളിലെ പ്രധാനപ്പെട്ടൊരു വിഷയമായി ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന ആ പ്രാർത്ഥന നിങ്ങൾ പഠിക്കണം. അതിലെ 7 അപേക്ഷകളുടെ അർത്ഥം മനസ്സിലാക്കണം. അതിലൂടെ ഈശോ എന്താണ് പഠിപ്പിച്ചത് എന്ന് അറിയണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മുന്നോട്ടുള്ള വഴികളിൽ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിങ്ങളോട് പറയുകയാണ്. മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ഈ ധ്യാനം നടന്ന സമയത്ത് വളരെയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചത് കാണാനും കേൾക്കാനും ഇടയായത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അനേക ജീവിതങ്ങളെ കർത്താവ് മാറ്റിമറിച്ചത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി നിങ്ങൾ ഈ ധ്യാനത്തിൽ സംബന്ധിക്കണം. യൂട്യൂബിലൂടെ എല്ലാവർക്കും ലഭ്യമാകുന്ന വിധത്തിൽ പ്രീമിയർ ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് നിങ്ങളിതിനെ ഗൗരവമില്ലാത്തതായി കാണരുത്.
നിങ്ങൾക്ക് 9 മണി മുതൽ 10:30 വരെയുള്ള സമയത്ത് ഈ ധ്യാനത്തിൽ സംബന്ധിക്കാൻ കഴിയുമെങ്കിൽ ആ സമയത്ത് തന്നെ സംബന്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സമയക്രമീകരണം അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കിട്ടുന്ന സമയം ഉപയോഗിച്ച് ഈ 15 ദിവസം നന്നായി പ്രാർത്ഥിക്കുക. മറ്റൊരു കാര്യം എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്, ഓഗസ്റ്റ് മാസം 1, 2 തീയതികളിൽ പൂർണ്ണദണ്ഡവിമോചനം ലഭിക്കുന്ന ഒരവസരം സഭയിലുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രത്യേകമായ നിയോഗാർത്ഥം സഭയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ദണ്ഡവിമോചനം പ്രാപിക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ് 1, 2 തീയതികൾ. അതുകൊണ്ട് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയും 2-ാം തീയതിയും, അതായത് ഇന്നും നാളെയും ആഴമായ പ്രാർത്ഥനാ ചൈതന്യത്തിലും ആത്മീയ കൃപാവരത്തിൻ്റെ നിറവിലും നിങ്ങളായിരിക്കാൻ പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വളരെയധികം മക്കൾ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന നാളുകളാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊടിയ പട്ടിണിയിലും പ്രകൃതിക്ഷോഭങ്ങളിലും അതുപോലെ ദാരിദ്ര്യത്തിലും മഹാമാരിയിലും മക്കൾ വിഷമിക്കുന്ന കാലമാണ്. അതുകൊണ്ട് വേദനിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് നമുക്ക് പ്രായശ്ചിത്തത്തിൻ്റെ അരൂപിയിൽ, പരിഹാരത്തിൻ്റെ അരൂപിയിൽ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന ഈ ധ്യാനത്തിലേക്ക് ഞാൻ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൻ്റെ ആത്മീയ കൂട്ടായ്മയുടെ പേരിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുമായിരുന്ന് ഈ വചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആദിചൈതന്യമേ, ആത്മചൈതന്യമേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. ആദിചൈതന്യമേ, ആത്മചൈതന്യമേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. ആദിചൈതന്യമേ, ആത്മചൈതന്യമേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ, ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ, നിറയണമേ, വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ. ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ, നിറയണമേ, വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ. ശൂന്യമാൻ ജീവിതത്തിൻ രൂപമേകുവാ, ദൈവസ്നേഹമായി നീ വരണേ പരിശുദ്ധാത്മാവേ. ശൂന്യമാമൻ ജീവിതത്തിൻ രൂപമേകുവാ, ദൈവസ്നേഹമായി നീ വരണേ പരിശുദ്ധാത്മാവേ. തരിശു നിലമാം ഹൃത്തടത്തിൽ കുളിർത്തെന്നലായി വരണേ, ജീവജലമായി നീ നിറയു പരിശുദ്ധാത്മാവേ. ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ,
ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ നിറയണമേ വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ ആദിചൈതന്യമേ ആത്മചൈതന്യമേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. ആദിചൈതന്യമേ ആത്മചൈതന്യമേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ 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 പറന്നിറങ്ങണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ. ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാടാം. ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരിക്കൽ കൂടി. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കണ്ണുകളടച്ച്. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അതായത് എല്ലാ മൈന്യൂട്ടായ സിറ്റുവേഷൻസിലും ദൈവത്തെ ആശ്രയിക്കുക. അതൊരു ഭയങ്കര ആത്മീയ ശക്തിയാണത്. എല്ലാ മൈന്യൂട്ടായ സാഹചര്യങ്ങളിലും ദൈവത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും. കർത്താവെ ആഹാരം കഴിക്കാൻ പോവുകയാണേ ആശ്രയിക്കുക, കർത്താവെ വെള്ളം കുടിക്കാൻ പോവുകയാണേ ആശ്രയിക്കുക. എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ആശ്രയിക്കുക. അപ്പം ഇതാണ് പുതിയ നിയമത്തിൻ്റെ വളരെ മർമ്മപ്രധാനമായ ഒരു ആശയം. എല്ലാ ചെറിയ കാര്യങ്ങളിലും കർത്താവിനെ ആശ്രയിക്കുക. അതാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. അങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം ഈശോയുടെ പ്രബോധനം എല്ലാവർക്കും അറിയാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? പലതവണ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും എല്ലാം നമ്മൾ മറന്നു പോകുന്നവരായതുകൊണ്ട് പറഞ്ഞ ഞാനും കേട്ട നിങ്ങളും എല്ലാം വേഗം മറക്കുന്നത് കൊണ്ട് നമുക്ക് അത് ഒരിക്കൽ കൂടി ഓർക്കാം. എന്താണ് ആത്മാവിലെ ദാരിദ്ര്യം? ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ദാരിദ്ര്യമാണെന്ന് വിചാരിക്കാം. ഞാൻ അതീവ ഗൗരവതരമായ ദാരിദ്ര്യത്തിലാണെന്ന് വിചാരിക്കാം. ഞാനൊരു ഒരു സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു എന്ന് വിചാരിക്കാം. അവിടുത്തെ കറൻസി എൻ്റെ കയ്യിലില്ല. ഇന്ത്യയിലെ നമ്മുടെ സാധാ നോട്ട്, ഇപ്പം നരേന്ദ്രമോദി പുതിയതായി അവതരിപ്പിച്ച 2000 രൂപയുടെ ഒരു നോട്ട് എൻ്റെ കയ്യിലുണ്ട്. അതവിടെ എടുക്കത്തുമില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എനിക്ക് വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, രാത്രിയിൽ എവിടെയെങ്കിലും ഉറങ്ങണം, അപ്പോൾ ഒരു ഹോട്ടൽ മുറി എടുക്കണം.
എനിക്ക് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ വാങ്ങണം, എനിക്ക് യാത്രയ്ക്ക് പേ ചെയ്യണം, എല്ലാ കാര്യത്തിനും എൻ്റെ കയ്യിൽ പണമില്ല. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്ത്? ദാരിദ്ര്യം. അപ്പം ഞാൻ വളരെ പുവറാണ്, ഞാൻ പോവർട്ടിയിലാണ്, ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ ഈ ദാരിദ്ര്യാവസ്ഥയിൽ ഞാൻ കഴിയുന്ന സമയത്ത് എന്താണ് എൻ്റെ മുമ്പിലുള്ള വേ ഔട്ട്, സൊല്യൂഷൻ എന്താണ്? എന്താ വഴി? ഇനിയിപ്പോൾ എന്താ വഴി? ദൈവത്തിനെ ആശ്രയിക്കുക എന്നുള്ളതാണോ അവിടുത്തെ? ദൈവത്തിനെ ആശ്രയിക്കുകയാണ്. എന്താണ് നമ്മുടെ മുമ്പിൽ? എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എന്താണ് വഴി? ഈ സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ ചുമ്മാ ഇവിടെ നിങ്ങൾ ഫ്ലൈറ്റ് കയറി എത്തില്ലല്ലോ, അവിടെ ആരെങ്കിലും നമ്മളെ വിളിച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് സംബഡി ഈസ് ദെയർ, സംബഡി ഔട്ട് ദെയർ ഹൂ ഈസ് റിലേറ്റഡ് ടു അസ് ഇൻ സം വേ. ഏതോ ഒരു തരത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഒരാൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ ആളോട് എന്ത് ചെയ്യുക? ആ ആളോട് ചോദിക്കുക എന്നുള്ളേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അല്ലാതെ ദുരഭിമാനം വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതെ, എൻ്റെ കയ്യിൽ ഇന്ത്യയിലെ 2000 ഉള്ളൂ, അത് ഇവിടുത്തെ കറൻസി എൻ്റെ കയ്യിലില്ല, ഒരു ചായ കുടിക്കണമായിരുന്നു, അപ്പോൾ ഒരു ചായ വാങ്ങിച്ചു തരുമോയെന്ന് നാണം കെട്ട് ചോദിക്കണം. അപ്പം പറയണം എനിക്ക് ബസ്സിന് പേ ചെയ്യാൻ പൈസ ഇല്ല, അപ്പോൾ ഒന്ന് ഒത്തിരി കാശ് തരുമോയെന്ന് നാണം കെട്ട് ചോദിക്കണം. അപ്പോൾ ഇന്ന് രാത്രിയിൽ എനിക്ക് അന്തി ഉറങ്ങാൻ എവിടെയെങ്കിലും സ്ഥലം തരുമോയെന്ന് നാണം കെട്ട് ചോദിക്കണം. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഞാൻ 10 ദിവസം അവിടെ താമസിച്ച് തിരിച്ചു വരുന്നത് വരെ എല്ലാ കാര്യത്തിനും എന്നെ അവിടേക്ക് ക്ഷണിച്ച ആളോട് ഞാൻ നാണം കെട്ട് ചോദിക്കണം, അല്ലെങ്കിൽ ആ ആളെ ഞാൻ ആശ്രയിക്കണം. സോ പോവർട്ടി സമം ഡിപ്പെൻഡൻസ്, ദാരിദ്ര്യം സമം ആശ്രയത്വം. മനസ്സിലായല്ലോ? ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയെങ്കിലും ആശ്രയിക്കുന്ന അവസ്ഥയാണ് ദാരിദ്ര്യം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് സഫിഷ്യൻ്റ് അല്ല എന്നാണ് ദാരിദ്ര്യത്തിൻ്റെ അർത്ഥം. ഞാൻ എന്നിൽ തന്നെ എനിക്ക് സഫിഷ്യൻസി ഇല്ല, സെൽഫ് റിലയൻസ് അതില്ല. എന്നെ ആശ്രയിച്ച് കണ്ടി എൻ്റെ 2000, ഇന്ത്യയിലെ 2000 ഉള്ളൂ, ആശ്രയിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ എന്താണ് ദാരിദ്ര്യം? സോ ദാരിദ്ര്യം സമം ആശ്രയത്വം. പിടികിട്ടിയല്ലോ? അപ്പോൾ ഭൗതിക ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭൗതിക കാര്യത്തിന്, എല്ലാ കാര്യത്തിനും ആരെയോ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെയാണെങ്കിൽ എന്താണ് ആത്മീയ ദാരിദ്ര്യം? എല്ലാ കാര്യത്തിനും ദൈവത്തെ ആശ്രയിക്കുന്ന അവസ്ഥയുടെ പേരാണ് ആത്മാവിലെ ദാരിദ്ര്യം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സഹായം കിട്ടാൻ തുടങ്ങും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പുതിയ നിയമത്തിലെ ഒരു പുതിയ നിയമ അരൂപിക്ക് വിരുദ്ധമായ ഒരു അരൂപിയാണ് തന്നിൽ തന്നെയുള്ള ആശ്രയത്വം, നമ്മുടെ കഴിവിലുള്ള ആശ്രയത്വം. എല്ലാ കാര്യത്തിനും ദൈവത്തെ ആശ്രയിക്കുകയാണ് ആത്മാവിലെ ദാരിദ്ര്യത്തിൻ്റെ അർത്ഥം. ഇതാണ് അതിൻ്റെ കറക്റ്റ് മീനിങ്. അല്ലാതെ കീറിയ ഉടുപ്പിട്ട് നടക്കുന്ന നല്ലത്, കീറിയ ഉടുപ്പിട്ട് നടന്നു വേണമെങ്കിൽ, പക്ഷേ ഇതിൻ്റെ അർത്ഥം അതല്ല. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതായത് എല്ലാ കാര്യത്തിനും ദൈവത്തെ ആശ്രയിക്കുക. പിടികിട്ടിയോ? മനസ്സിലായെങ്കിൽ ഒന്ന് കൈയടിച്ചേ. മനസ്സിലായ അപ്പം കൈയടിച്ചോണം. അതായത് നിങ്ങൾ മനസ്സിലായെന്നുള്ളതിൻ്റെ പ്രൂഫാണത്. എനിക്ക് പിടികിട്ടിയച്ചാ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിലെ ദാരിദ്ര്യം എല്ലാ വെരി ഗുഡ്. എല്ലാ കാര്യത്തിനും ദൈവത്തെ ആശ്രയിക്കുക. എല്ലാ കാര്യത്തിനും. നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ദൈവത്തെ സാധാരണയായി ആശ്രയിക്കാറുള്ളത്? അത് മനസ്സിലാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും. നമ്മൾ ഏതെല്ലാം സാഹചര്യത്തിലാണ് ദൈവത്തെ ആശ്രയിക്കാറുള്ളത്? പറ. ഏതെല്ലാം അതായത് നമ്മൾ നോർമലി ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ പിടിക്കാൻ പോകുന്നു, ബസ്സിന് നമ്മൾ എവിടേക്ക് യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ബസ് വരുന്നില്ല, 1 മണിക്കൂർ ലേറ്റ് ആവുന്നു. ഈശോയെ. പക്ഷെ കറക്റ്റ് സമയത്ത് ബസ് വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നോർമലി നമ്മൾ ദൈവത്തെ ആശ്രയിക്കാറില്ല. പെട്ടെന്നൊരു തലവേദന വരികയാണ്. തലവേദന വരുന്ന സമയത്ത് പെട്ടെന്നൊരു തലവേദന വരികയാണ്. എനിക്ക് കൂടെ ആഴ്ചയിൽ ഒരു തലവേദന വെച്ച് വരാറുണ്ട്. എന്നാ അസുഖമാണോ എന്തോ. അപ്പോൾ അങ്ങനെ ഒരു തലവേദന വരികയാണ്. തലവേദന വരുന്ന സമയത്ത് വർഷങ്ങളായിട്ട് തലവേദന വരുന്ന ആളുടെ കയ്യിൽ തലവേദനയുടെ ടാബ്ലറ്റ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മൾ യാത്രയിലൊക്കെ അത്യാവശ്യം തലവേദനയുടെ ടാബ്ലറ്റ് എടുത്ത് വെച്ചിരിക്കും. അപ്പോൾ തലവേദന വന്ന് വേഗം ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു. അപ്പോൾ എന്നിട്ട് തലവേദന സാധാരണഗതിയിൽ ഈ ടാബ്ലറ്റിൽ അത് മാറേണ്ടതാണ്, പക്ഷേ ആ തലവേദന മാറുന്നില്ല. അപ്പോൾ ആ അവസ്ഥയിൽ ഒരു 2 ടാബ്ലറ്റ് കൂടെ കഴിച്ചു, പിന്നെ മാറുന്നില്ല. അപ്പോൾ രാത്രിയിൽ ഭയങ്കര തലവേദന. അപ്പോൾ ഒരാൾ പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാൻ പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത ചെറിയൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇതെന്തോ വേറെ എന്തോ ആണല്ലോ, അത് വേഗം അങ്ങ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ഡോക്ടേഴ്സ് വിശദമായിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു സ്കാനിങ് റിപ്പോർട്ടെല്ലാം കിട്ടട്ടെ, ഇതെന്തോ സീരിയസ് ആയ പ്രശ്നമാണെന്നാണ് മൊത്തത്തിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായം.
സ്കാനിങ് റിപ്പോർട്ടെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ് ട്യൂമറാണ്, തലയിൽ ട്യൂമറാണെന്ന് പറഞ്ഞു. നൗ ദ പ്രയർ ബിഗിൻസ്. സത്യമല്ലേ? 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 കള്ളം പറയരുത്, സത്യമല്ലേ? അതായത് നമ്മുടെ ഹ്യൂമൻ കപ്പാസിറ്റിയുടെ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് സാധാരണഗതിയിൽ മനുഷ്യർ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. സത്യമാണോ? പ്ലെയിനിൽ കയറിയിരിക്കുകയാണ്, അപ്പോൾ അവർ സീറ്റ് ബെൽറ്റൊക്കെ ഇടണമെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് എയർ ഹോസ്റ്റസ് വന്ന് പറഞ്ഞു. നമ്മളതൊക്കെ അനുസരിച്ച് ബെൽറ്റെല്ലാം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരുന്ന് എന്തൊക്കെ ഇരുന്ന് വായിക്കുന്നു, നോക്കുന്നു, എഴുതുന്നു, ഫോണൊക്കെ ചെയ്യുന്നു, പാട്ട് കേൾക്കുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് എയർ ഗട്ടറുകളിൽ ഇതിങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. അപ്പോൾ സീറ്റ് ബെൽറ്റ് ധരിച്ചോളാനായിട്ട് അനൗൺസ് വന്നത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കുലുക്കായി. ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, മേളിലും പിടുത്തമില്ല താഴെയും പിടുത്തമില്ല, വല്ലാത്തൊരു പോക്കാണത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര കുലുക്കായി കഴിയുമ്പോൾ പൈലറ്റ് പറയുകയാണ്, അസ്വാഭാവികമായ ഏതോ ഒരു സാഹചര്യം നമ്മുടെ പ്ലെയിനിനെ പിടികൂടിയിരിക്കുകയാണ്, നമ്മൾ താഴെ എത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുമ്പോൾ നൗ ദ പ്രയർ ബിഗിൻസ്. ഹ്യൂമൻ കപ്പാസിറ്റി ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് സാധാരണഗതിയിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നത്. പക്ഷേ ഇവിടെ അതല്ല, എല്ലാ കാര്യത്തിനും ദൈവത്തെ ആശ്രയിക്കണം. പിടികിട്ടുന്നുണ്ടോ? നമുക്ക് പറ്റുന്നതിനും ദൈവം. അവിടെയാണ് നിങ്ങൾ മിറാക്കുലസായ സംഭവങ്ങൾ കാണാൻ തുടങ്ങും. അതായത് നമുക്ക് സ്വയം നമ്മുടെ കപ്പാസിറ്റി കൊണ്ട് പറ്റുന്ന ചില കാര്യങ്ങളില്ലേ, അതിനും ദൈവത്തെ ആശ്രയിക്കണം. അതിനും ദൈവത്തെ ആശ്രയിക്കുമ്പോഴാണ് ശരിക്കും മിറക്കിൾ കാണാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് എന്നുവെച്ചതി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഒരു അനുഭവം പറയും. അടുത്തിടെ ഉണ്ടായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ചെന്നൈക്ക് പോവാണ്. ചെന്നൈയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ധ്യാനം കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് കിട്ടിയതിന് ശേഷം സാധിക്കുന്നിടത്തോളം എല്ലാ കാര്യത്തിലും ഇങ്ങനെ കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും കർത്താവേ എന്നാ ചെയ്യണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് കർത്താവ് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തോളൂ അങ്ങനെയൊന്നും പറയുന്നല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് നമുക്കൊരു ഗൈഡൻസ് കിട്ടും എങ്ങനെയെങ്കിലും. അപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ചില കുടുംബങ്ങളെ, യുവ ദമ്പതികളെ കണ്ടു. അവരുമായി സംസാരിച്ചപ്പോൾ അവർ എത്രമാത്രം പുറമെ നല്ലവരായി സ്നേഹ ദാമ്പത്യമായി കാണപ്പെടുന്നുണ്ടെങ്കിലും അവർ എത്രയോ ഹൃദയം കൊണ്ട് അകലെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കുറേ അധികം കുടുംബങ്ങളെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കരമായ ഭാരം വന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഏറ്റവും നല്ല ഇൻറ്റിമേറ്റായിട്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കുടുംബം. ആ കുടുംബത്തിൽ ഇതാ ഭാര്യാഭർത്താക്കന്മാർ ബാഹ്യമായി സാഹചര്യമുള്ള സ്നേഹത്തിൻ്റെ സാഹചര്യം കാണപ്പെടുന്നെങ്കിലും ദൈവമേ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ എനിക്കതെന്നെ വല്ലാതെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ കുടുംബം ഈ കുടുംബം ദൈവമേ, ആർക്കും ഒരു അടുപ്പമില്ല, ഉള്ളുകൊണ്ടൊരു അടുപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ളൊരു ഭാരം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള മിനിസ്ട്രികൾ ഉണ്ടാവുന്നത്. അതായത് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ, അങ്ങനെ ഒരു ഭാരം വരുമ്പോഴാണ് എന്തെങ്കിലും ചെയ്യണമെന്നൊരു സാധനം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ദൈവമേ എന്നാ ചെയ്യണ്ടേ, ഒരു ഉത്തരവില്ല, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈക്ക് പോകുമ്പോൾ ചെന്നൈയിൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പരിചയങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആരോട് പറഞ്ഞാലും അവിടെ വന്ന് എയർപോർട്ടിൽ വന്ന് വിളിക്കും, കൊണ്ടുപോകും. ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക്, ഞങ്ങൾക്ക് വിസ ഓഫീസിലേക്കാണ് പോകേണ്ടത്, അവിടേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ പരിചയങ്ങളുണ്ട്, നമുക്ക് അടുപ്പമുള്ളവരുണ്ട്, അച്ഛന്മാരുണ്ട്, കൂട്ടുകാരുണ്ട്. പക്ഷേ ആ ബന്ധങ്ങളൊന്നും ഉപയോഗിക്കാതെ കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഈശോ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ, ആരാണ് എയർപോർട്ട്, ഞങ്ങൾ ടാക്സി വിളിച്ചാണോ പോകേണ്ടത്, ബസ്സിനാണോ പോകേണ്ടത്, അതോ ആരെങ്കിലും വിളിക്കണോ, എന്നാ ചെയ്യണ്ടേ? നമ്മൾ നോർമലി ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കപ്പാസിറ്റി ഉണ്ട്, നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് വെച്ച് ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്. അതായത് ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ അത്ഭുതം കാണും, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഈ റിട്രീറ്റ് സെൻ്ററിന് ഒരു വാട്സാപ്പ് ഫോണുണ്ട്, അത് അച്ഛനാണ് ഉപയോഗിക്കുന്നത്, നോക്കുക ചെയ്യുന്നത്. ഞാനിങ്ങനെ ആ ഫോൺ എടുത്തിട്ട് അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് ചെന്നൈ നമ്പർ ഏതൊക്കെയാണെന്ന് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊരു പരിചയമില്ല, അതിനകത്തുള്ള ഒരാളെ എനിക്ക് പരിചയമില്ല. അതിങ്ങനെ നോക്കി വരുമ്പോൾ അതിനകത്ത് ഞാനൊരു പേര് കണ്ടു, ജോസി ചെന്നൈ. അപ്പോൾ പെട്ടെന്ന് ആത്മാവിലൊരു പ്രേരണ കിട്ടുകയാണ്, ഈ ആളെ വിളിക്കൂ. ഒരു പരിചയമില്ല. ഞാൻ ഒരു മെസ്സേജ് അയച്ചു, എൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ഞാനൊരു മെസ്സേജ് അയച്ചു, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചെന്നൈ എയർപോർട്ട് ആൻഡ് ദിസ് പർട്ടിക്കുലർ പ്ലേസ്, വിസ ഓഫീസിൻ്റെ ആ സ്ഥലം, എന്താണ് ഇത് തമ്മിലുള്ള ദൂരം? ഉടനെ എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് റിപ്ലൈ വന്നു. റിട്രീറ്റ് സെൻ്ററിൽ നിന്ന് അങ്ങനെ ചോദിക്കുകയാണല്ലോ, അവർക്ക് റിട്രീറ്റ് സെൻ്ററുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എന്തോ ഉണ്ട്, പ്രാർത്ഥന ചോദിച്ചോ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊരു റിപ്ലൈ വരികയാണ് അവിടുന്ന്. ജോസി ചേട്ടൻ മറുപടി അയക്കുകയാണ്, എന്താണ് അച്ഛാ, അല്ല അങ്ങനെയല്ല, എന്താണ് 1 hour ഡ്രൈവ്. ഓ വെരി ഗുഡ്.
അപ്പോൾ ഉടനെ അവിടുന്ന് എന്താണ് സംബഡി ഈസ് കമ്മിങ് ടു ചെന്നൈ, ആരെങ്കിലും വരുന്നുണ്ടോ? അപ്പോൾ ഉടനെ ഞാൻ മറുപടി അയച്ച് ഡാനിയൽ അച്ഛൻ ഈസ് കമ്മിങ്. ഞാൻ തന്നെയാണ് അയക്കുന്നത്. ഉടനെ അവിടുന്ന് റിപ്ലൈ വന്നു, ഈസ് ദെയർ സംബഡി ടു പിക്ക് ഹിം ഫ്രം എയർപോർട്ട്? എയർപോർട്ടിൽ നിന്ന് അച്ഛനെ പിക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു നോ, ഹി വിൽ ടേക്ക് എ ടാക്സി ആൻഡ് ഗോ. അപ്പോൾ അങ്ങേര് ടാക്സി എടുത്ത് പൊക്കോളും. ഞാൻ മറുപടി അയക്കുകയാണ് ഇവിടുന്ന്. ഉടനെ അവിടുന്ന് മറുപടി വരികയാണ്, ആസ്ക് ഡാനിയൽ അച്ഛൻ വെദർ ഷാൾ ഐ കം ആൻഡ് പിക്ക് ഹിം. ഞാൻ വന്ന് പിക്ക് ചെയ്യട്ടെ. അപ്പോൾ ജോസി ചേട്ടൻ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറയുകയാണ്. ഇതെല്ലാം ഒരു പ്രേരണയിലാണ് നടക്കുന്നത് കേട്ടോ. അത് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് തരുന്ന പ്രേരണ ഈ സാധനം ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പം ഞാനൊന്ന് ആലോചിച്ച് നോക്കി, ദൈവമേ എന്നെ ചെയ്യണ്ടേ? സാരമില്ല, നമുക്ക് ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി കാണും, ജോസി ചേട്ടൻ വരട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ, ഐ വിൽ ആസ്ക് അച്ഛൻ ആൻഡ് ലെറ്റ് യു നോ ഇൻ ദ ഈവനിങ്. ഓക്കെ, അച്ഛനോട് ചോദിച്ചിട്ട് വൈകിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പകലൊക്കെ ഇങ്ങനെ ദൈവം എന്നെ ചെയ്യണ്ടേ? വൈകുന്നേരം ആയപ്പോൾ ഈ ആളെ തന്നെ വിളിക്കാൻ ഉള്ളിലൊരു പ്രേരണ കിട്ടുകയാണ്. ഞാൻ ഫോൺ ചെയ്തു, ഞാൻ ഡാനിയൽ അച്ഛനാണ്, പിന്നെ നാളെ വരാമെന്ന്. അപ്പോൾ ഒരു ലേഡിയാണ് അപ്പുറത്തെടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ജോസി ചേട്ടനാണോ? നോ ജോസി ചേട്ടനല്ല, ഞാൻ ജെസ്സിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആർക്കാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്? എനിക്ക് ജെസ്സിക്ക്. ജെസ്സിക്കാ? ഞാൻ പറഞ്ഞു ജോസി എന്നാണ് ഇതിനകത്ത്. അല്ലല്ലേ, എൻ്റെ പേര് ജെസ്സി എന്നാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആരാണ് എയർപോർട്ടിൽ നാളെ പിക്ക് ചെയ്യാൻ? ഞാൻ. എന്നാൽ പിന്നെ ചേച്ചി വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ 2 ചേച്ചിമാർ വന്നിരിക്കുകയാണ്. ഞങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തു. ഞങ്ങൾ വണ്ടിയെ കയറി. ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ചേച്ചി പറയുകയാണ്, ഡാനിയലച്ചാ ഇനി ഒരിക്കലും അച്ഛനെ വിളിക്കരുതെന്ന് ഞാൻ തീരുമാനിച്ച് ഇരിക്കുകയായിരുന്നു. അങ്ങനെ തീരുമാനിച്ച അനേകം ആളുകൾ കേരളത്തിലുണ്ട്. അച്ഛനെ ഇനി ഒരിക്കലും വിളിക്കരുത്. ഞാൻ ചോദിച്ചു ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഉടനെ ചേച്ചീൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ എത്രയോ തവണ അച്ഛനെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ലല്ലോ, എനിക്കറിയില്ല, നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടൊന്നുമില്ല, എനിക്കറിയില്ല അച്ഛാ. പക്ഷേ അച്ഛൻ കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾ വിളിക്കുമ്പോൾ അച്ഛൻ ഫോൺ അറ്റൻഡ് ചെയ്യണ്ടേ? അതെൻ്റെ തെറ്റാണ്. കാരണം അവരുടെ കാറിൽ ഇരുന്ന് ഇനി ഡിഫെൻഡ് ചെയ്യാനൊന്നും പോയിട്ട് കാര്യമില്ല. ഞാൻ മിണ്ടാതിരുന്നു. അപ്പോൾ ആ സമയത്ത് ചേച്ചീൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛൻ ഞാൻ എത്രയോ തവണ വിളിച്ചു, അവസാനം ഞാൻ ഫെഡപ്പായിട്ട് ഞാൻ തീരുമാനിച്ചു ഇനി ഇങ്ങേരെ ഞാൻ വിളിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛൻ ജനിക്കുന്നതിന് മുമ്പ് ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. അച്ഛൻ ജനിക്കുന്നതിന് മുമ്പ് ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. ആ ഞങ്ങള് ഇന്നും കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാതെ ഇങ്ങനെ ജീവിച്ചിരിക്കുകയാണ്. നിങ്ങളിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അരിശവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യൂ, അതെന്താ ചെയ്യണ്ടേന്നൊന്ന് ഗൈഡ് ചെയ്യുവോ എന്ന് ചോദിക്കാനാണ് ഈ വിളിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ആനയും ചക്കയും മാങ്ങയും തെങ്ങയൊന്നും തരുമെന്ന് ചോദിക്കാനല്ല വിളിച്ചത്. ഇത് അവസാനം ഞങ്ങൾ മടുത്തിട്ട് ഈ 2 ചേച്ചിമാരോടാണ് ഈ വിളിച്ചത്. ഞങ്ങൾ മടുത്തിട്ട് വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിക്കുകയാണ്, അച്ഛാ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കൂ, നമ്മൾ ഈശോയെ ഡിപ്പെൻഡ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഈ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ദിവസങ്ങളിൽ എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹമില്ലായ്മ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ബിഗിൻ എ മിനിസ്ട്രി, എ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്? ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന, അങ്ങനെയുള്ളവരെ ഒന്ന് കേൾക്കുന്ന, അവരോട് സംസാരിക്കുന്ന. വണ്ടി അവർ സ്ലോ ചെയ്തു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് നോക്കുന്ന എനിക്ക് കാണാം. വണ്ടി അവർ സ്ലോ ചെയ്തു, ഞങ്ങളൊരു ഹോട്ടലിലേക്ക് കാപ്പി കുടിക്കാൻ വേണ്ടി കയറി. അവിടെ ഇരിക്കുമ്പോൾ ഇവരെൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ ഇത് വിചിത്രമായിരിക്കുന്നു. അച്ഛനെ പറയുന്നത് ദിസ് ഈസ് സംതിങ് റിയലി വണ്ടർഫുൾ, അൺബിലീവബിൾ. കാരണം ഞങ്ങൾ 2 പേരും ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നുപോയി ദൈവത്തിൻ്റെ സഹായം കൊണ്ട് കുടുംബജീവിതത്തിൻ്റെ സന്തോഷം തിരിച്ചു പിടിച്ചവരാണ്. ഞങ്ങളത് ചെയ്യട്ടെ ചോദിച്ചു, ഞങ്ങൾ ആ മിനിസ്ട്രി ചെയ്യട്ടെ ചോദിച്ചു. അങ്ങനെയാണ് ഈ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മിനിസ്ട്രി ആരംഭിക്കുന്നത്. ചെന്നൈ പോകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ആരാണ് പിക്ക് ചെയ്യേണ്ടെന്ന് ആ കാര്യത്തിന് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണിത്.
നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു എക്സലന്റ് പ്ലാൻ ഉണ്ട്. സൂപ്പർ സ്ക്രിപ്റ്റ്, ഒന്നാന്തര ഒരു പദ്ധതി നമ്മളെക്കുറിച്ച് ദൈവത്തിനുണ്ട്. ബെസ്റ്റ് പ്ലാൻ ഫോർ അവർ ലൈഫ്. നമ്മളുണ്ടാക്കിയ ഒരു പദ്ധതിയുണ്ട്. ഇത് രണ്ടും പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. വായിക്കാം, എഫേസോസ് ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. Ephesians 2:10. എഫേസോസ് 2-ാം അധ്യായം 10-ാം വാക്യം. വേഗം വായിക്കണം. എഫേസോസ് 2-ാം അധ്യായം 10-ാം വാക്യം. നാം ദൈവത്തിൻ്റെ എന്താണ്? കറിവേപ്പില. ദൈവത്തിൻ്റെ കരവേലയാണ്. വായിച്ചേ, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച ആണോ? ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾ. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾ. അത് മാത്രം വായിച്ചേ, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് വലതുകരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ആ വചനത്തിന്റെ അഭിഷേക ശക്തി ഒഴുകട്ടെ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് ഭയങ്കര, എന്നെ വല്ലാതെ ചിന്തിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്ത വചനങ്ങളിൽ ഒന്നാണിത്. നാം ദൈവത്തെ, അതായത് എൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതി ഞാൻ കണ്ടെത്തേണ്ടതല്ല, ദൈവം എനിക്ക് വേണ്ടി കണ്ടെത്തിയത് ഞാൻ തിരിച്ചറിയുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? എൻ്റെ ലൈഫിൻ്റെ പ്ലാൻ ഞാൻ തന്നെ കണ്ടെത്തുകയല്ല, ദൈവം എന്താണോ എന്നെ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി മനസ്സിലാവുന്നതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിനെ കുറിച്ച് ദൈവത്തിന് ഒരു സൂപ്പർ പ്ലാൻ ഉണ്ട്, ഒരു എക്സലന്റ് പ്ലാൻ ഉണ്ട്. അസാധാരണമായ ഒരു പദ്ധതി നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചുണ്ട്. അസാധാരണമായ പദ്ധതി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അസാധാരണമായ പദ്ധതി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനുണ്ട്. നമ്മൾ വിചാരിക്കുക, അയ്യോ ഞാനൊരു പാവം, ഭയങ്കര. ഞാൻ മഞ്ഞാക്കലച്ചൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്. എന്നുവെച്ചാൽ അച്ഛനിങ്ങനെ ഏതോ ഡൽഹി എയർപോർട്ടിലാണെന്ന് തോന്നുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ചെക്കിന് ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് അച്ഛൻ കാണുകയാണ് ഒരു ചെറുപ്പക്കാരൻ, വിദേശിയായ ഒരു ചെറുപ്പക്കാരൻ, ദേഹത്തെല്ലാം ഇങ്ങനെ ഭസ്മെല്ലാം പൂശി കാവിയെല്ലാം ഉടുത്ത്, ഇങ്ങനെ ഒരു കയ്യിൽ ഒരു പാമ്പ്, ഒരു കയ്യിലൊരു എലി. ഒരു ചെറുപ്പക്കാരൻ അവനിങ്ങനെ സെക്യൂരിറ്റി ചെക്കിന് ചെല്ലാണ്. അപ്പോൾ അവർ പറയാണ്, അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ പറയാണ്, ഇതിനെ കൊണ്ട് കളയൂ ഈ പാമ്പിനെ എലിയെ. അവൻ പറയാണ്, ഇല്ലില്ല, എൻ്റെ ദൈവങ്ങളാണ്, ഞാൻ കൊണ്ടുപോകാന്ന്, എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു ദൈവങ്ങളെ. ആ പാവ ഇവിടെ ഏതോ ആശ്രമത്തിൽ വന്നിട്ട് അവനിങ്ങനെ ദൈവ അന്വേഷണത്തിന് വേണ്ടി വന്നപ്പോൾ എലിയും പാമ്പിനെയും കൊടുത്തു വിടുകയാണ്, ദൈവങ്ങളെ കൊടുത്തു വിടുകയാണ്. അങ്ങനെ കൊണ്ടുപോവാണ്. നടന്ന കാര്യമാണ്. ആ പാമ്പ് കടിക്കില്ല, എലി കൊത്തില്ല, അതൊന്നും എനിക്കറിയില്ല. അച്ഛൻ പറഞ്ഞാണ്, അച്ഛൻ പറഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. പാമ്പ് എലിയായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ എത്ര പറഞ്ഞിട്ടും ഇവൻ ഇത് കേൾക്കുന്നില്ല. അപ്പൊ അച്ഛൻ ഒരു വേർഡ് ഓഫ് നോളജ് കിട്ടി. അപ്പൊ അച്ഛൻ ഇവനെ വിളിച്ചു, ജോസഫ്. കോനെ തിരിഞ്ഞു നോക്കി, ജോസഫ്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ പറയുന്നതാണ്, ജോസഫ്, സി ഹൗ കം യു നോ മൈ നെയിം? എൻ്റെ പേരെങ്ങനെ മനസ്സിലായി? ഇങ്ങനെ വരാൻ പറഞ്ഞ, നിന്റെ പേര് മാത്രമല്ല ഫുൾ അഡ്രസ് പറയാന്ന് പറഞ്ഞിപ്പം. എടാ കൊച്ചേ, നീ ഒരു ജർമ്മൻകാരനല്ലേ? യെസ്. നീ ഒരു ബോൺ കാത്തലിക് അല്ലേ? യെസ്. നീ ബാപ്റ്റൈസ്ഡ് അല്ലേ? യെസ്. എന്തിനാടാ പൊട്ടാ ഈ പാമ്പ് വലിയായിട്ട് പോന്നേ? അപ്പം ഞാൻ ദൈവാന്വേഷണത്തിനായിട്ട് ഇന്ത്യയിലെത്തിയാണ്. എൻ്റെ ആശ്രമത്തിൽ ഞാൻ എൻ്റെ ഗുരു എനിക്ക് തന്നു വിട്ടാന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചോദിക്കണ്ട, ഇതെല്ലാം കൂടെ എങ്ങനെ മനസ്സിലായി? അപ്പൊ പറഞ്ഞു, നീ മാമോദീസ സ്വീകരിച്ചപ്പോ നിന്റെ ഉള്ളിലേക്ക് വന്ന അതേ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തന്നു പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഇതിനെ കളഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. ഇപ്പൊ വരാവേ. പോയി ഇതിനെ കളഞ്ഞിട്ട് ഇവ വന്നിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ നീ എങ്ങോട്ടാ പോന്നേ? അപ്പൊ അവൻ പറഞ്ഞു, ഞാനൂടെ വരട്ടെ ചോദിച്ചു. ഇനി എനിക്ക് പോകാനൊരു സ്ഥലമില്ല, ഞാനൂടെ വരട്ടെ. അച്ഛൻ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഒരു ഗൾഫ് രാജ്യത്തേക്കാണ് പോകുന്നത്, ഞാനും വരട്ടെ ചോദിച്ചു. നീ പോന്നു. അപ്പൊ ഇവർ രണ്ടുപേരും അടുത്തടുത്ത് അവരോട് പറഞ്ഞ്, എയർ ഹോസ്റ്റസിനോട് പറഞ്ഞ് ഒഴിഞ്ഞ സീറ്റ് ഇവർ അടുത്തടുത്തിരുന്നു. പോകുന്ന വഴിക്ക് അച്ഛൻ ഈശോയെക്കുറിച്ച് ഇവനോട് പറഞ്ഞു, കാത്തലിക് ചർച്ചിനെ കുറിച്ച് പറഞ്ഞു, ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഇവന്റെ ജീവിതത്തെക്കുറിച്ച്, ഇവന്റെ പാപത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചു. ആ ഫ്ലൈറ്റിലിരുന്ന് ജോസഫ് കുമ്പസാരിച്ചു. അച്ഛൻ അവനെ പാവം കേട്ടു, കുമ്പസാരിപ്പിച്ചു, ആശീർവാദം കൊടുത്തു. ഗൾഫിൽ അച്ഛൻ ഇറങ്ങുമ്പോൾ അച്ഛൻ ബലിയർപ്പിക്കാൻ പോകുന്ന സ്ഥലത്ത്
മുസ്ലിങ്ങളാണ്, അവിടെ ആരും തന്നെ ബാപ്റ്റൈസ്ഡായിട്ട് ആരുമില്ല. ആകെ കൂടി ഈ കുർബാനയെ സംബന്ധിച്ച് കുർബാന സ്വീകരിക്കാൻ എലിജിബിലിറ്റി ഉള്ള ഒറ്റ ആളേ ഉള്ളൂ, അത് ജോസഫാണ്. അച്ഛൻ്റെ കൂടെ കൂടി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ഒരു സ്ഥലത്ത് വെച്ച്, ഒരു പ്രയർ സെൻ്ററിൽ വെച്ച് IS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ആദ്യം കൈയും കാലും വെട്ടി പിന്നീട് കഴുത്തറത്ത് കൊലപ്പെടുത്തുന്നത് വരെ അച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് ഈ ജോസഫ് ഉണ്ടായിരുന്നു. മനസ്സിലായോ? നാം ദൈവത്തിൻ്റെ കരവേ. ഡൽഹി എയർപോർട്ടിൽ എലിയെയും പാമ്പിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോസഫിന് അറിയാവോ, രക്തസാക്ഷിയാവേണ്ട ജന്മാണിത്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ. ഇത് ഭയങ്കര ഡെപ്തുള്ളൊരു വചനമാണ്. അതായത് ശരിക്കും ഇതിൻ്റെ ആന്തരിക അർത്ഥം നമ്മൾ ഗ്രഹിച്ച് മനസ്സിലാക്കി സ്വീകരിച്ചാൽ ഓരോ ലൈഫിനെ കുറിച്ചും ഒരു ഭയങ്കര എക്സലൻ്റായ ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തെക്കുറിച്ചുണ്ട് ഭയങ്കര ഒരു പദ്ധതി, നമ്മുടെ എല്ലാം ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്. ഇത് ചുമ്മാ പറയുന്നതല്ല, നമ്മൾ ആളുകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്നെക്കുറിച്ചൊരു ദൈവ പദ്ധതി ഉണ്ട് എന്ന് പറയുന്നതല്ലത്. അത് സത്യമാണ്. എല്ലാവരെ കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് കേട്ടോ. ഹലോ ഹലോ, ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. നിങ്ങളെല്ലാവരെയും കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. വെറും പദ്ധതിയല്ല, ഉണക്ക പദ്ധതിയല്ല, ഒന്നാം തരം പദ്ധതി. ആ പദ്ധതിയിലേക്ക് നമ്മൾ എങ്ങനെ എത്തും? പറ. ഏറ്റവും എളുപ്പ വഴി എന്തെന്നറിയാമോ? പറ. എല്ലാ കാര്യത്തിനും ദൈവത്തെ ആശ്രയിക്കുക. ഒന്ന് കൈയടിച്ചേ. ഭയങ്കര റെവലേഷൻ അല്ല? ഭയങ്കര റെവലേഷൻ അല്ലേ ഇത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തോ ഒരു വലിയ റെവലേഷനാണ്. ഞാൻ പറഞ്ഞുകൊണ്ടല്ലത്, മറിച്ച് അതൊരു ഭയങ്കര റെവലേഷനാണത്. അതായത് എല്ലാ കാര്യത്തിനും തന്നിഷ്ടം പോലെ നടക്കാതിരിക്കുക. അതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിളായ ലാംഗ്വേജ്. തന്നിഷ്ടം പോലെ എല്ലാ കാര്യത്തിനും കർത്താവിനെ ആശ്രയിക്കുക. എന്നാ ചെയ്യണ്ടെന്ന് ചോദിച്ച് നടന്നോണം. അവിടെ നമ്മളിലൂടെയുള്ള ദൈവിക പദ്ധതി പൂർത്തിയാവും. ഒന്നാം തരം പദ്ധതി. നമ്മളെക്കുറിച്ചൊക്കെ വലിയ ആറ്റം ബോംബാക്കി മാറ്റാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തി, കർത്താവേ ഈ ദിവസങ്ങളിലെല്ലാം മനസ്സിലാക്കി തരണം, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ പൂർത്തിയാവണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വലിയ ഒരു അഭിഷേകത്തിന് വേണ്ടി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ മഹത്വം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ മഹത്വം, പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ദൈവത്തെ ആശ്രയിക്കണം. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അതങ്ങനെ ചെയ്താൽ എന്നു വെച്ചാൽ ഓരോ ഘട്ടത്തിലും അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് ദൈവം പറഞ്ഞു തരും. നമ്മളെ നയിക്കും ദൈവം. ഒരിക്കലും ദൈവത്തെ ആശ്രയിച്ചിട്ട് ആരും ഭഗ്നാശരായിട്ടില്ല. എടുത്തേ പ്രഭാഷകന്റെ പുസ്തകം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കാണുന്ന ഒരാശയമാണത്. നമ്മൾ ആരെങ്കിലും ദൈവത്തെ ആശ്രയിച്ചാൽ അവർ ഒരിക്കലും ഭഗ്നാശരാവില്ല. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. സിറാഖ് ചാപ്റ്റർ 2 വേഴ്സ് 10. പ്രഭാഷകൻ 2-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കണ്ടോ? പ്രഭാഷകൻ 2:10. മറന്നു പോരുത്. എന്താണ്? കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? അതുകൊണ്ട് ദൈവത്തെ അപേക്ഷിച്ച, ദൈവത്തെ ആശ്രയിച്ച ആരും തന്നെ ഭഗ്നാശരാവില്ല. വായിക്കാം. യെശയ്യ 40-ാം അധ്യായം 29-30. ഐസയ്യ 40:29-30. യെശയ്യ 40-ാം അധ്യായം യെശയ്യ 40, 29, 30 വായിച്ചേ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. അപ്പൊ അതിങ്ങനെ തളർന്നവൻ അവന് ബലം, അങ്ങനെ വായിക്കരുത്. തളർന്ന് വായിക്കരുത്, ഉറക്കെ വായിക്കേ.
തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് ബൈബിൾ കിട്ടിയില്ലെങ്കിൽ സ്ക്രീനിലുണ്ട്, വായിച്ചോ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. എന്നിട്ട് വായിച്ചേ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. എന്നിട്ട് വായിച്ചേ, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് നമ്മളിങ്ങനെ എപ്പോഴും ഓൺ ദ റൺ, എപ്പോഴും നമ്മളിങ്ങനെ കാലിങ്ങനെ എപ്പോഴും ഇങ്ങനെ നടത്തത്തിൻ്റെ ബോഡി ലാംഗ്വേജിലായിരിക്കും, നിപ്പില്ല, അങ്ങനെ ഒരു പരിപാടിയായിരിക്കും. അങ്ങനെ ഓടിയാലും തളരില്ല, നടന്നാലും ക്ഷീണിക്കില്ല. എല്ലാ കാര്യത്തിനും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. അതിനകത്തൊരു രഹസ്യമുണ്ട്, എന്താണെന്നറിയാമോ? ഇങ്ങോട്ട് നോക്കിയേ, ഒരു സീക്രട്ട് അതിനകത്തിരിപ്പുണ്ട്. അതായത് ദൈവത്തെ ആശ്രയിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ വഴിയും കിട്ടും, രണ്ട്, ദൈവത്തിൻ്റെ ശക്തിയും കിട്ടും. ദൈവത്തെ ആശ്രയിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വഴിയും കിട്ടും, ദൈവത്തിൻ്റെ ശക്തിയും കിട്ടും. അത് ഭയങ്കര സീക്രട്ടാണത് കേട്ടോ. അല്ല, ഇന്ന് സീക്രട്ടാണ്, എന്നാണോ എന്തോ ഭയങ്കര ഒരു രഹസ്യമാണത്. അതായത് നമ്മൾ ദൈവത്തെ ആശ്രയിച്ചൊരു കാര്യം ചെയ്താൽ നമുക്ക് തളർച്ച ഇല്ലാതാവും. കാരണം ആശ്രയിക്കുന്ന സമയത്ത് എന്നാ ചെയ്യണ്ടേന്ന് വെളിപ്പെടുത്തി കിട്ടും, അത് ചെയ്യാനുള്ള ശക്തിയും കിട്ടും. എന്നാ ചെയ്യണ്ടേന്നും വെളിപ്പെടുത്തി കിട്ടും, അത് ചെയ്യാനുള്ള ശക്തിയും കിട്ടും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനിങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഉത്കണ്ഠയുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് പ്രാർത്ഥിക്കാൻ ഏകാഗ്രത കിട്ടിയ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് കർത്താവ് ഇങ്ങനെ ഒരു വചനം തന്നു. അതായത് ഈ ഒരു കാര്യത്തിൽ ദൈവം ഇടപെടണമെങ്കിൽ രാവും പകലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കണമെന്ന് പറഞ്ഞു. ദൈവമേ എന്താ ചെയ്യണ്ടേ? അപ്പോൾ അങ്ങനെ ചോദിച്ച സമയത്ത് കർത്താവ് തന്ന ഒരു വെളിപ്പെടുത്തലാണ്, രാവും പകലും എന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? രാവും പകലും. അപ്പോൾ അന്നേരം അതിനുള്ള അപ്പോൾ എന്നെ ചെയ്യണ്ടേ? അപ്പോൾ രാവും പകലും എന്നെ വിളിച്ച് കരയണം. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് രാവും പകലും വിളിച്ച് കരയട്ടെ? അപ്പോൾ കൺവെൻഷനൊന്നും പോകണ്ടേ? അന്നേരമാണ് കർത്താവ് ബോധ്യം തരുന്നത്, ഒരു 2-3 പേരെ വിളിച്ച് ഇവിടെ ഇരുത്ത്, രാവും പകലും കുർബാന എഴുന്നള്ളിച്ച് രാവും പകലും ഇരുത്ത്. അപ്പോൾ അത് തലേന്ന് രാത്രിയാണ് അതിനെക്കുറിച്ചൊരു വെളിപ്പെടുത്തൽ കിട്ടുന്നതെങ്കിൽ പിറ്റേന്ന് വന്ന് ഇവിടെ പറഞ്ഞു, അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇത് ആരംഭിച്ചു. ഇപ്പം ഈ രാവും പകലും നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, ഇതിൻ്റെ പുറകിൽ രാവും പകലും ഇപ്പോൾ വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വീണ്ടും വിസ്തുർബാൻ എഴുന്നള്ളിച്ച് രാവും പകലും ഇപ്പം ഇങ്ങനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ഓരോ വഴിയായിട്ട് വേഗം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു വഴി അങ്ങ് തുറന്നു, വേഗം ഒരു വഴി അങ്ങ് തുറന്നു. മനസ്സിലായോ? രാവും പകലും തന്നെ. അപ്പോൾ ദൈവം ഒരു വെളിപ്പെടുത്തൽ തന്നു. വെളിപ്പെടുത്തി തന്നപ്പോൾ അത് എങ്ങനെ നടക്കും? കണ്ടിന്യൂസ് 24 hours അഡറേഷന് എങ്ങനെ ആരിയ്ക്കും? പക്ഷേ വേഗം അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു. കണ്ടോ? വഴിയും തുറക്കപ്പെടും, അതിനുള്ള ശക്തിയും കിട്ടും. എന്നൊക്കെ പറഞ്ഞേ, വഴിയും തുറക്കപ്പെടും, അതിനുള്ള ശക്തിയും കിട്ടും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത പറഞ്ഞേ ഹല്ലേലൂയ. വഴിയും കിട്ടും, അതിനുള്ള ശക്തിയും കിട്ടും. അപ്പം ഞാൻ എന്താ പറഞ്ഞത്? നമ്മളെല്ലാ കാര്യത്തിനും. അപ്പം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ 4 ദിവസമേ ഉള്ളൂ. എല്ലാ കാര്യത്തിനും ദൈവത്തെ ആശ്രയിക്കും. കർത്താവിനോട് ചോദിക്കണം, കർത്താവ് എന്നാ ചെയ്യേണ്ടത്? ഈ ധ്യാനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് സ്വർഗസ്ഥനായ പിതാവേ ധ്യാനമാണ്. എന്ന് പറഞ്ഞാൽ ഈ ധ്യാനത്തിന് എല്ലാ ടോക്കുകളും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. അതിന് മാത്രം ഇതിനെക്കുറിച്ച് എന്നാ പറയാനുള്ളതെന്ന് കേട്ടാൽ മതി. ഈ ധ്യാനം കൊണ്ട് അത് തീരുവെന്ന് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ കർത്തൃ പ്രാർത്ഥന. തിരുസഭ പറയുന്നത് ലോകത്തെ ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥന. നമ്മളിങ്ങനെ ചൊല്ലി അതിൻ്റെ വില കളഞ്ഞാണ്. അപ്പം അതുകൊണ്ട് ഏറ്റവും വിശുദ്ധ സിപ്രിയൻ പറയുന്നത്, ഈ പ്രാർത്ഥന ചൊല്ലി ഒരാൾ അനുഗ്രഹിക്കപ്പെടാതെ പോവില്ല എന്ന് പറഞ്ഞാൽ 101% ഷ്യൂരിറ്റി ഓഫ് ദ റിവാർഡ്. ഇത് ചൊല്ലിയാൽ അതിൻ്റെ അനുഗ്രഹം ആ ആൾക്ക് കിട്ടിയിരിക്കും. അപ്പം അത് വെറുതെ ഇങ്ങനെ ഹൃദയമില്ലാത്ത പ്രാർത്ഥന. സിറമലമ സഭയിൽ ഇങ്ങനെ പറയില്ലേ, ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം നിങ്ങളോടുകൂടെ. അധരം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ നോക്കി പറയുന്നതാണ് ശുശ്രൂഷകൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം.
അധരം കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കില്ല. ഹൃദയത്തിൽ ഇത് ഗ്രഹിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന മതി ഒരാളുടെ ഒരു ദിവസത്തെ പേഴ്സണൽ പ്രയർ മുഴുവൻ അതിനകത്തുണ്ട്. എല്ലാം ഉണ്ട്. നിങ്ങൾ നോക്കിയോ, നമുക്ക് ഓരോ രഹസ്യങ്ങളായിട്ട് തുറന്ന് കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ കർത്താവേ എല്ലാം ഇതിനകത്തുണ്ട്. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട എല്ലാ കാര്യങ്ങളും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലുണ്ട്. ഈ ഒറ്റ പ്രാർത്ഥന മതി നമുക്ക് ജീവിച്ചിരിക്കാൻ. വിശുദ്ധ നിക്കോളാസ് ഓഫ് ലൂലി, ബ്രദർ ക്ലാവൂസ്, സ്വിറ്റ്സർലൻഡിൻ്റെ ഔദ്യോഗിക വിശുദ്ധനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിശുദ്ധനാണ് അദ്ദേഹം. ഈ വിശുദ്ധൻ ഈ പ്രാർത്ഥന മാത്രമേ ചൊല്ലത്തുള്ളായിരുന്നു. അതും ഒരു പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥന, ഒരു പ്രാർത്ഥന ചൊല്ലാൻ, ഒരു തവണ ചൊല്ലാൻ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ എടുത്താലും തീരില്ലായിരുന്നു. കാരണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിലങ്ങ് നിറയുകയാണ്. പിന്നെ ആ പിതാവിനോടൊരു സ്നേഹം അങ്ങ് നിറയുകയാണ്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അടുത്തതിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നിറഞ്ഞിരിക്കുകയാണ് ഓരോ വാക്കും. 7 അപേക്ഷകൾ. ഈ 7 അപേക്ഷകളിൽ നമ്മുടെ മുഴുവൻ നിലവിളികളുമുണ്ട്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ദ മോസ്റ്റ് പെർഫെക്റ്റ് പ്രെയർ, അങ്ങനെയാണ് സഭ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് നമ്മളാ പ്രാർത്ഥന. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് 1-2 കാര്യങ്ങൾ. രാവിലത്തെ ദിനപ്രതിഷ്ഠയുണ്ട്. അത് കരുണയുള്ള ദൈവമേ ഈ ദിവസത്തെ നിനക്ക് ഞങ്ങൾ അത് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ്. ആ ദിനപ്രതിഷ്ഠ പ്രാർത്ഥന അത് നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി തരും. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അത് ചൊല്ലണം. എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ച് ചൊല്ലും. പിന്നെ വിശുദ്ധ പാട്രിക്കിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് മനോഹരമായൊരു പ്രാർത്ഥനയാണ്. അതിൻ്റെ ഫോട്ടോ കോപ്പിയും നിങ്ങൾക്ക് കിട്ടും. അത് ശരിക്കും ഈ ധ്യാനത്തിന് 4 ദിവസങ്ങളിലും ഒരു ദൈവിക സംരക്ഷണം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതും നിങ്ങളുടെ ഡെയിലി പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് വന്നാൽ നമ്മൾ ആദ്യം ഈ പ്രാർത്ഥനകൾ ചൊല്ലും. അതിനുശേഷം പിന്നീട് നമുക്ക് ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ നിങ്ങളൊരു കണക്ക് വെക്കുക. 1000 സ്വർഗസ്ഥനായ പിതാവേ, 2000 സ്വർഗസ്ഥനായ പിതാവേ, 5000 സ്വർഗസ്ഥനായ പിതാവേ. ഓടിച്ചിട്ട് ചൊല്ലി തീർക്കരുത്. ധ്യാനിച്ച് പ്രാർത്ഥനാപൂർവം പരമാവധി സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഈ ധ്യാനത്തിൻ്റെ ഫുൾ അനോയിൻറ്റിങ് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടക്കുക കിട്ടും. അപ്പോൾ അതാണ് ഈ ധ്യാനത്തിൻ്റെ പ്രത്യേകത. മേടിച്ചു ഈ ധ്യാനത്തിൻ്റെ പ്രത്യേകത അതാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒറ്റ വിഷയമേ ഉള്ളൂ, വേറെ ഒരുപാട് വിഷയങ്ങളില്ല. ഒറ്റ വിഷയമേ ഉള്ളൂ, അത് ഈ പ്രാർത്ഥനയാണ്. എങ്കിൽ എനിക്ക് ഉറപ്പാണ് ഒരു സ്പെഷ്യൽ അനോയിൻറ്റിങ് ആയിരിക്കും ഈ റിട്രീറ്റിന്. വളരെ സ്പെഷ്യൽ അനോയിൻറ്റിങ്. കാരണം നമ്മൾ വളരെ ഫോക്കസ്ഡ് ആണ്, ഡിസ്ട്രാക്റ്റഡ് അല്ല, ഭയങ്കര അഭിഷേകം. അതുകൊണ്ടാണ് പറഞ്ഞ അവസ്ഥ. അപ്പോൾ വിശുദ്ധ സിപ്രിയൻ പറഞ്ഞ എന്താണ്, ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അനുഗ്രഹിക്കപ്പെടാതെ പോവില്ല. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഒരു തവണ ചൊല്ലുമ്പോൾ ലഘുപാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. മനസ്സിലായില്ലേ? ഒരാളുടെ ലഘുപാപങ്ങളെല്ലാം ഒറ്റ തവണ ഇത് ചൊല്ലുമ്പോൾ തന്നെ ക്ഷമിക്കപ്പെടും. ഭയങ്കര ഇഫക്റ്റാണ് ഈ പ്രാർത്ഥനയ്ക്ക്. അമ്മ തെരേസ്യ പറയുകയാണ്, ആത്മാവിൽ മന്ദതയാണെന്ന് പറയുന്ന ആളുകളോട് പറയും, സ്വർഗസ്ഥനായ പിതാവേ പ്രാർത്ഥിക്കുക, ധൃതി പിടിച്ച് പ്രാർത്ഥിക്കരുത്, 1 മണിക്കൂർ എടുത്ത് പ്രാർത്ഥിക്കാൻ അമ്മ തെരേസ്യ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലകമാരൊന്നിച്ചാരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോടാരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോടാരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലകമാരൊന്നിച്ചാരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോടാരാധിക്കാം. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ,
കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിശക്തിയോട് ആരാധിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളടിച്ച് ശക്തിയോടെ പാടി ഈശോയെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. കർത്താവേ, ഈ ധ്യാനത്തിൽ നന്നായി സംബന്ധിക്കാനുള്ള എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി തരണമേ, അതിനുള്ള അഭിഷേകം തരണമേ, പ്രാർത്ഥിക്കാൻ ഉണർവ് തരണമേ, പ്രാർത്ഥന വരം തരണമേ. കർത്താവേ, വചനം സ്വീകരിക്കാനായി ഹൃദയം തുറന്നു തരണമേ. മടുപ്പ്, മന്ദത, അലസത, ക്ഷീണമെല്ലാം മാറ്റി തരണമേ. അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവിനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവിനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവിനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് വിളിച്ച് ഈശോയേ, വിളിച്ച് തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനാലയത്തെ സമർപ്പിക്കുന്നു, ഈ വചനകൂടാരത്തെ സമർപ്പിക്കുന്നു, ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ എല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇവിടെ ഒരുക്കപ്പെടുന്ന എല്ലാ ക്രമീകരണങ്ങളെയും സമർപ്പിക്കുന്നു. ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഭവനങ്ങളെ സമർപ്പിക്കുന്നു, ഇവരുടെ ഭാര്യ, ഭർത്താക്കന്മാര്, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനത്തെ സമർപ്പിക്കുന്നു, തൊഴിൽ മേഖലകളെ സമർപ്പിക്കുന്നു, ബിസിനസ്സുകളെ സമർപ്പിക്കുന്നു, ജോലി മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ വാഹനങ്ങളെ സമർപ്പിക്കുന്നു, ഇവരുടെ പ്രിയപ്പെട്ടവർ സഞ്ചരിക്കുന്ന വഴികളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇവരുടെ കുടുംബങ്ങളിലുള്ള സാഹചര്യങ്ങൾ സമർപ്പിക്കുന്നു. ഭാരങ്ങൾ, ഭയം, ഉത്കണ്ഠ, ആകുലത എല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ അനുഭവങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഇവരുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ ശരീരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ, ബോധ, അബോധ, ഉപബോധ മനസ്സുകളെ, ഓർമ്മയെ, ഭാവനയെ, ഇച്ഛാശക്തിയെ, ഞങ്ങളുടെ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പാകെ ഹാജരാകാൻ വേണ്ടി വർഷത്തിൽ 3 പ്രാവശ്യം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വസ്തുവകകൾ ആരും കൈവശപ്പെടുത്തുകയില്ല. അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറഞ്ഞുകൊണ്ട് ദൈവമായ കർത്താവേ, വലിയ സംരക്ഷണം ഈ കൂട്ടായ്മയിൽ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയേ, ഈശോയേ, കരങ്ങളടിച്ച് പാടിക്കേ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ
പൂർണ്ണ ശക്തിയോടെ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയമോടെ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ വിളിച്ച യേശുവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. കർത്താവായ യേശുവേ, അവിടുത്തെ രക്തം മൂലം പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം തന്ന അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിൽ അവിടുത്തെ തിരുരക്തത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വലിയ ആഗ്രഹത്തോടെ ഞങ്ങളെയും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെയും ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴികളെയും ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെയും കുടിക്കുന്ന വെള്ളത്തെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളെയും ഈശോയെ അങ്ങ് വിശുദ്ധീകരിക്കണമേ, അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഉച്ചത്തിൽ വിളിച്ച ഈശോയെ, കരങ്ങളടിച്ച് തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ആബ പിതാവേ ആരാധന, ഉച്ചത്തിൽ ആബ പിതാവേ ആരാധന, യേശുവേ നാഥ ആരാധന, യേശുവേ നാഥ ആരാധന, പാവനാത്മാവേ ആരാധന, പാവനാത്മാവേ ആരാധന, പരിശുദ്ധ ത്രിത്വമേ ആരാധന, പരിശുദ്ധ ത്രിത്വമേ ആരാധന. ഉച്ചത്തിൽ ആബാ പിതാവേ, ആബ പിതാവേ ആരാധന, ആബ പിതാവേ ആരാധന, യേശുവേ നാഥ ആരാധന, യേശുവേ നാഥ ആരാധന, പാവനാത്മാവേ ആരാധന, പാവനാത്മാവേ ആരാധന, പരിശുദ്ധ ത്രിത്വമേ ആരാധന, പരിശുദ്ധ ത്രിത്വമേ ആരാധന, ആബ പിതാവേ ആരാധന, ആബ പിതാവേ ആരാധന, യേശുവേ നാഥ ആരാധന, യേശുവേ നാഥ ആരാധന, പാവനാത്മാവേ ആരാധന, പാവനാത്മാവേ ആരാധന, പരിശുദ്ധ ത്രിത്വമേ ആരാധന, പരിശുദ്ധ ത്രിത്വമേ. ഉച്ചത്തിൽ വിളിച്ച യേശുവേ, യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി അങ്ങയുടെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. കർത്താവേ, ഏകരക്ഷകനായ യേശുവേ, ലോകരക്ഷകനായ യേശുവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ യേശുവേ,
ക്രൂശിതനായ ഈശോയെ, മഹത്വീകരിക്കപ്പെട്ട ഈശോയെ, പിതാവിന്റെ വലതുഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഈശോയെ, ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. കരങ്ങളടിച്ച് യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷനാമം, യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷനാമം. വാഴ്ത്തിയിട ഒന്നായി വാഴ്ത്തിയിട, വാഴ്ത്തിയിട ഒന്നായി വാഴ്ത്തിയിട. യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷനാമം, യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷനാമം. വാഴ്ത്തിയിട ഒന്നായി വാഴ്ത്തിയിട, വാഴ്ത്തിയിട ഒന്നായി വാഴ്ത്തിയിട. യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷനാമം, യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷനാമം. വിളിച്ച ഈശോയെ, ഈശോയെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ, യേശുവിന്റെ തിരുരക്തത്തിന്റെയും തിരുവചനത്തിന്റെയും തിരുമുറിവിന്റെയും യോഗ്യതകളിൽ സഭയ്ക്ക് നൽകപ്പെട്ട പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന തിരുവചനത്തിന്റെ അധികാരത്തിൽ ദൈവമായ കർത്താവേ, ഈ ആലയത്തെയും ഈ ആലയത്തിൽ വന്നുകൂടിയിരിക്കുന്ന മക്കളെയും ഇവരുടെ ജീവിത സാഹചര്യങ്ങളെയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് എടുത്തുയർത്തിക്കൊണ്ട് കാൽവരി കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിന്റെ അനന്തമായ ശക്തിയാൽ കർത്താവേ, നിനക്കെതിരെ നിൽക്കുന്ന എല്ലാ ശത്രുക്കളെയും ഞാൻ പരാജയപ്പെടുത്തും. ഞാൻ നിനക്ക് മുമ്പേ പോയി നിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തും. നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ട്. അതിനാൽ നിന്റെ പീഡകരുടെ കാലിടറും. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും. നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. ഇസ്രായേൽ നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി വികായസിലൂടെ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം. നിന്നെ താങ്ങുന്നത് അവന്റെ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. സംഹരിക്കൂ അവിടുന്ന് പറയും. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിന്റെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. വീരയോദ്ധാവിനെ പോലെ സൈന്യങ്ങളുടെ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്. ദൈവമായ കർത്താവേ, അങ്ങയുടെ ശക്തമായ സംരക്ഷണം, അങ്ങയുടെ ശക്തമായ കരബലം, കരവലയം ഞങ്ങൾക്ക് മീതെ ഉണ്ടാകണമേ. മഹത്വത്തിന്റെ മേഘ സാന്നിധ്യമായി അങ്ങ് ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഉറക്കെ വിളിക്കുന്നു ഈശോ. ഈ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്ന യേശുവിന്റെ അധികാരത്തിൽ ഈ മക്കൾക്കെതിരെ നിൽക്കുന്ന, ആലയത്തിനെതിരെ നിൽക്കുന്ന, ഈ ശുശ്രൂഷകൾക്കെതിരെ നിൽക്കുന്ന എല്ലാ തിന്മയുടെ ശക്തി വ്യാപാരങ്ങള് നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കുരിശിൻ ചുവട്ടിലെ കാട്ടിപ്പായിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയെ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ
യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. കരങ്ങൾ ഉയർത്തിയടിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തത്താ, യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ, യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ, പാപച്ചങ്ങല അഴിയട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ പാപച്ചങ്ങല അഴിയട്ടെ, യേശുവിൻ്റെ തിരുരക്തത്താൽ പാപച്ചങ്ങല രോഗച്ചങ്ങല അഴിയട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ രോഗച്ചങ്ങല അഴിയട്ടെ, യേശുവിൻ്റെ തിരുരക്തത്താൽ രോഗച്ചങ്ങല അഴിയട്ടെ, ശാപച്ചങ്ങല അഴിയട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ ശാപച്ചങ്ങല അഴിയട്ടെ, യേശുവിൻ്റെ തിരുരക്തത്താൽ ശാപച്ചങ്ങല വിളിച്ച ഈശോയെ, ഹൃദയം നൊന്ത് വിളിച്ച ഈശോയെ, ഉറക്കെ വിളിച്ച ഈശോയെ, ഉറക്കെ വിളിച്ച ഈശോയെ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ 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 ചൊല്ലി വിളിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് തുറന്നു പിടിച്ച്, കർത്താവേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദാഹത്തോടെ ഈശോയെ വിളിച്ച് ഈശോ 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 യേശുവേ യേശുവേ ചെത്തി വിളിച്ച യേശുവേ യേശുവേ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.